ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാനും അതുപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കയറ്റിയിരുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് വരെ നമുക്ക് ഈ ചെയിന് അതുപോലെ ഈ ഒരു വലിയ സ്പ്രോക്കറ്റും ആ ചെറിയ സ്പ്രോക്കറ്റും സെറ്റായിട്ടാണ് അത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റണം. അതുപോലെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ കൂടുതൽ അതിൻ്റെ വീൽ റബ്ബർ ഒരു 4 സെറ്റ് റബ്ബറാണ് വരിക. അതൊരു സെറ്റ് റബ്ബർ പൊട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീൽ റബ്ബറും മാറണം. അതുപോലെ അതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ബെയറിങ്ങിൻ്റെ അവസ്ഥ വരും. ബെയറിങ് ഇങ്ങനെ സെറ്റ് ഇങ്ങനെയാണ് വരും. ബെയറിങ്ങിൻ്റെ ഉള്ളിൽ കുറേ ബോൾസ് വരും. പക്ഷേ ആ ബോളൊക്കെ പുറത്ത് ചാടി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ബെയറിങ് മാറണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്ക് മാറ്റിയിട്ട് വേണം അത് ക്ലിയർ ചെയ്യാം. അതുപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ തീരെ ലെവൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ എഞ്ചിൻ ഓയിൽ കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. നമ്മൾ ഓടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിംഗ് ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അതുപോലെ വീൽ ബെയറിങ്ങും ഒക്കെ അപ്പോൾ നമുക്ക് തൽക്കാലം അതിൻ്റെ ഈ ഹാൻഡിൻ്റെ ഈ റബ്ബർ മാത്രം മാറ്റിയിട്ട് ഹാൻഡിൻ്റെ ഈ റബ്ബറിൻ്റെ ഒരു ഷേപ്പ് കാണിക്കുന്നുണ്ട്, അതൊന്നും മാറ്റിയിടാം. പിന്നെ അതുപോലെ ഈ ക്ലച്ചിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട്. ക്ലച്ചിൻ്റെ കേബിളൊന്നും മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ഫ്രണ്ടിൽ വേറെ വർക്ക് നമ്മൾ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. മെയിനായിട്ട് നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റും എഞ്ചിൻ ഓയിലും മാത്രമാണ് മാറ്റുന്നത്. അതുപോലെ ബാറ്ററി ബ്രേക്കും. അപ്പോൾ അത് ചെയ്യുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.